Hey guys, welcome back to my new video. Guys, അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കൊനാമി. എന്തായാലും നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോണ്ടിനെന്റ് ടൂർണമെന്റ്സിൽ കുഴപ്പമില്ല, അത്യാവശ്യം നമ്മൾ വിചാരിച്ച പ്ലേയേഴ്സ് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡാനി, ഓൾമോ, ഡീപോള്, അതുപോലെ റോഡ്രിഗസ്. അപ്പോൾ എന്തായാലും ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ എംബാപ്പയൊക്കെ ഉണ്ട്. ആരെങ്കിലും എന്തായാലും എടുത്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എപ്പിക് പ്ലേയേഴ്സ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവന്നത് എന്താ പറയാ ഇംഗ്ലണ്ട് പാക്കിൽ ബെക്കാം, ജെറാഡ്, ലാംബേർഡിനെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഗൈസ് ഞാൻ വിചാരിച്ചു, സാധാരണ കുറച്ചൊക്കെ പറഞ്ഞായിരുന്നു 1000 കോയിൻ കറക്കി ഇടണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ 1000 വേസ്റ്റ് ചെയ്യാൻ പണി പാളും ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്തായാലും 1000 ഒന്നും കറക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ 1335 കോയിൻ ഉണ്ട് ഗൈസ്. നമുക്ക് ഒരു 100 കോയിൻ നമുക്ക് കറക്കാം എന്തായാലും അല്ലേ. കൊനാമി ചിലപ്പോൾ തന്നാലോ ചോദിച്ചാൽ ബെക്കാമിനൊക്കെ ഒന്ന് കിട്ടിയാൽ ലാംബേർഡിനെ, ജെറാഡ് ഓൾറെഡി എൻ്റെ ഒരാളുണ്ട്. എന്നാലും ബെക്കാമോ ലാംബേർഡോ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കറക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ട്രൈ ഞാൻ ചെയ്യുന്നില്ല, കുറച്ചൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ബെക്കാമിനെ നമുക്ക് എടുക്കാം. നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് 2004 ആണ് ക്രോസ് സ്പെഷ്യലിസ്റ്റ്, ലോങ് ബോൾ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആട്ടോ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 90 ലോഫ്റ്റഡ് പാസ്, ലോങ് റേഞ്ച് കർലർ, വെയിറ്റഡ് പാസ്, വൺ ടച്ച് പാസ് എല്ലാം ഉണ്ട്. ക്യാപ്റ്റൻസി ഓക്കെ. അപ്പോൾ നമ്മൾ ബെക്കാമിനെ ഒരു 5 പ്രാവശ്യം ഇത് ചെയ്തിട്ട് നമുക്ക് ഉറപ്പായിട്ടും എടുക്കാം. ഓക്കെ, ഫൈറ്റിംഗ് സ്പിരിറ്റ് എല്ലാം ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ ആർക്കെങ്കിലും എപ്പിക്ക് ഫസ്റ്റ് തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ എത്ര കോയിനാണ് കറക്കിയിട്ട് എടുത്തിട്ട് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. എന്തായാലും നമ്മൾ കിട്ടി ഉറപ്പായിട്ടും ബെക്കാമിനെ ഇറക്കിയിട്ട് മാച്ച് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം ആരെ കിട്ടുമെന്ന്. കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, 100 രൂപ കോയിനെ നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ, അതിൽ കൂടുതലും ഇടുന്നില്ല. ഓക്കെ 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 ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ് ബെക്കാമിന് ഗൈസ്. അപ്പോൾ നമ്മൾ 100 രൂപ കൊടുക്കാൻ പോവാണ്. എന്താവും അറിയില്ല, നോക്കാം. ക്യാപ്റ്റൻസി എല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ 100 രൂപ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. കൊനാമി ഇത് തരുമോ? 100 രൂപ പോവാണ്. ഓക്കെ, 100 രൂപ പോവാട്ടോ ഗൈസ്. 100 രൂപ പോയി. എന്തായാലും നമുക്ക് നോക്കാം എപ്പിക്ക് അടിക്കുമെന്ന് ഗൈസ്. കത്തിയാ മതി. ഓഫ്, പണിവാളി. 100 രൂപ പോയി. 100 രൂപ പോയി ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ 100 രൂപ പോയിട്ടുണ്ട്. ഇനിയിപ്പോ സത്യം പറഞ്ഞാൽ ഇറക്കാൻ തോന്നുന്നില്ല. അത് കുഴപ്പമില്ല. എന്താണ് ഡിവസ്പെറി ഹാളോ? 100 രൂപ പോയി ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് കറക്കിക്കൊണ്ടിരുന്ന പൈസ പോകുന്ന അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും അത് വിടാം. ഇനിയിപ്പോ അതുപോലെ തന്നെ ജെ ലീഗ് മന്ത്ലി അതൊക്കെ വന്നിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് അതിന് ഓൾറെഡി ഉള്ളതല്ലോ. അതിപ്പോ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ഡിവിഷൻ മാച്ചിൽ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മുടെ ഓപ്പോണ്ട് എന്തായാലും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയൊക്കെ ഓപ്പോണ്ട് ആരാണ് ഗൈസ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഓക്കെ സൽബി ഉണ്ട്. എന്റെ മോനെ, എടാ ഇതെന്താ സ്ക്വാഡാടേ. 4-2-1-3 ഇട്ടേക്കുന്ന പൊസിഷൻ കഴിഞ്ഞ് ഗാർഡിയോളന്റെ. എന്റെ മോനെ ഗൈസ്, മെസ്സി ഇത് സീന കേട്ടോ. ഇതാ കിടക്കുന്ന ജെറാഡ്. എന്റെ മോനെ എപ്പിക്കിന്റെ പൂരാണുള്ളത് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. ഒന്നും പറയല്ല, സീനിയർ സ്ക്വാഡ് ഗൈസ്. അപ്പൊ നമ്മൾ മാച്ചിലോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗൈസ് കണ്ടറിയട്ടെ ഇന്നത്തെ മാച്ച്. എന്റെ മോനെ ഏജാതി സ്ക്വാഡാ ഗൈസ്. ചെക്കൻ എനിക്ക് തോന്നുന്നു എപ്പിക്ക് അടിച്ചിട്ട് ജെറാഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അപ്പം നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ജെറാഡിന്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ജെറാഡ് ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇറക്കിയിട്ടില്ല മാച്ചിൽ. എന്തായാലും നമുക്ക് നോക്കാം പണ്ടത്തെ ജെറാഡ് ഗൈസ്. അപ്പോൾ ഒരു കിടിലിന് ഓപ്പോണന്റ് കേട്ടോ. എൻ്റെ മോനെ ഫസ്റ്റ് ഡിവിഷൻ മാച്ച് തന്നെ ചെക്കനുമായിട്ടാണ് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അവരിൽ ആരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം എത്ര കോയിൻ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലെയർ ആരാ വരാനുള്ള അതൊന്നും കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം വരുമോ വരില്ല. കാരണം ബെക്കാമിന്റെ കാര്യം കുറേ പേര് പറഞ്ഞായിരുന്നു, അത് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കാണ് ഫസ്റ്റ് ടച്ച് കിട്ടിയിരിക്കുന്നത്. ബാഴ്സലോണ വേഴ്സസ് സെമിഗോസ്. എംബാപ്പെ, ജെറാഡ്, ബെക്കംബാർ, ഓക്കെ ക്രൈഫ്, ഓക്കെ മർഡോണ, കേസ്മറോ, വാൽവെർഡെ. എന്റെ മോനെ എന്താ ഇസോര. എടാ കിമിച്ച്. ഓ, ത്രോ പോയി ഗൈസ്. 6-ാം മിനിറ്റിൽ ഒരു ത്രോ പോയി. എന്തായാലും പിസോര ആയിരുന്നു ഗൈസ്. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഒപ്പോണ്ട് നോക്കുകയാണെങ്കിൽ നല്ല മഡിനി, ജെറാഡ്, ഓക്കെ വിയര, ഓക്കെ
വെക്കാൻ പാർ ചെറാട് എൻ്റെ മോനെ. ചെക്കന്മാര് അച്ഛനെ കിമിച്ച് ഫോടൻ എടാ പിസാരോ എൻ്റെ മോനെ. എടാ എന്തുവാടെ കാണിക്കുന്ന എല്ലാരും. വൈറ്റ് ക്രൈഫ് എടേ ഇതെന്ത് ഇവന്മാർ ഇങ്ങനെ കളിക്കുന്ന. പിസാരോ എൻ്റെ മോനെ. കോഹ്ലിയുടെ കയ്യിലേക്ക് കിട്ടും. എന്നർ ഓക്കെ ഫുള്ള് പൊസിഷൻ ഗെയിമിംഗ് ആണ്. എടാ അതൊരു എഡ്മിൽസൺ ഫുള്ള്. എടാ മോനെ ജെറാഡ്. എടാ വിയര കിമിച്ച് ലോങ് ഷോട്ട് മെസ്സി എംബാപ്പയിലേക്കായിരുന്നു ബെക്കംബർ. ഈ വിയരയുടെ പണിയാണല്ലോ. ജെറാഡ് ക്രൈഫ് ഓക്കെ കോസ്റ്റേട്ടാ എൻ്റെ മോനെ. ടോറസ് അവിടെ ഒരു ഫൗള് വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ പിസാരോ ചെക്ക നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ജെറാഡപ്പം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ മോനെ ആരടിക്കാൻ പോണേ. ക്രൈഫാണ് ഫ്രീ കിക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് ഗോളാവോ ഗോളിൽ ആവില്ല എന്ന്. എൻ്റെ മോനെ സീനാവോ പണിയാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ തട്ടിപ്പോയി. വൈറ്റ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടാ എന്തുകൂടെ എല്ലാവരും ഇങ്ങനെ കളിക്കുന്നേ. സലിബ ഗോൾ. എൻ്റെ മോനെ 43 എൻ്റെ മോനെ പൊളിയൊരു ഗോളി. എൻ്റെ മോനെ സ്ക്വാഡിനെ തീർത്തിട്ടോ. എൻ്റെ പൊന്ന് മെസ്സി. ആ ഗോള് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഇതൊരു സീനൊരു ഗോള് തിരിച്ചു വന്നു മാൻ. ഇതാണ് മാച്ച്. ഒരു അടിപൊളി ഗോൾ കേട്ടോ മെസ്സി. നീ നമ്മുടെ മുത്ത് തന്നെ. അപ്പോൾ ഇനി എന്തായാലും നോക്കണം. ടോറസ് എഡ്മിൽസൺ ഓക്കെ മെസ്സി എംബാപ്പെ മറഡോണ. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ഷോട്ട് ആയിട്ടുണ്ടോ. ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഷോട്ട് അവർ 3 ഷോട്ട്. ഷോട്ട് ഓൺ ടാർഗറ്റ് അവർ 3. ഒരു കിടിലൻ മാച്ചായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് സബിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എംബാപ്പേനെ മാറ്റി റാഷ്ഫോർഡിനെ അവിടെ ഇറക്കണം. ഓക്കെ ഗൈസ് നമുക്ക് അൽവാരസിനെ ഇറക്കാം. അതുപോലെ തന്നെ വേറെ ആരും ഇപ്പം ഇറക്കാൻ ടൈം ആയിട്ടില്ല. നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ അപ്പോൾ സെറ്റാണ് ഗൈസ്. ഫസ്റ്റ് ആ ഒരു ഗോള് സീൻ ഗോളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു മേളിൽ കൂടെ കടന്നു പോയെന്ന്. എന്തായാലും മെസ്സിയുടെ ആ ഒരു ടച്ച് പൊളിച്ചു. അടിപൊളി ഒരു ഗോളായിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് കാണാം ഗൈസ് എന്താണ് ഹാഫ് ടൈമിന് ശേഷം സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ ഫെർണാണ്ടോ ടോറസ് എഡ്മിൽസൺ ഓക്കെ ഒഡേഗാർഡ്. എൻ്റെ മോനെ എടാ നിങ്ങൾക്ക് പണി പാണിക്കല്ലേ. ഇതെന്താ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. ബെക്കംബർ വൈറ്റ് മെസ്സി നിക്കോ വില്യംസ് മാൾഡിനി എൻ്റെ മോനെ
എൻ്റെ മോനെ എംബാപ്പേനെ ചെക്കന്മാർ ഇതാക്കി. ഓക്കെ ഓടേക്കാട് Maldini effect. എൻ്റെ മോനെ പൈസ ഇപ്പൊ കിട്ടിയിട്ടുണ്ടൊരു. എൻ്റെ മോനെ മിസ് ഗായ്സ് ഗോളിയോ ഏറ്റവും കേസ്മറിന്റെ അവിടെ ഒരു ഷോട്ട് ഇട്ടോ, അടിപൊളി ഷോട്ട്. നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഗൈസ് നമുക്ക് സബിലേക്ക് കിടക്കാം. ഓക്കെ ചെക്കന് സബ്ബാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റാഷ്ഫോർഡിന് ഇറക്കാം, അതുപോലെ തന്നെ ബ്രൂണോ ക്രൂസിന് ഇറക്കാം, ബെല്ലിംഗോ ഉണ്ട്. എന്തായാലും നമുക്ക് ബെല്ലിംഗത്തിന് ഇറക്കാം, അതുപോലെ തന്നെ ബ്രൂണോന് ഇറക്കാം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഒരു സബ് ബാക്കിയുള്ളൂ. എന്തായാലും ചെക്കൻ റെഡിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കോർണർ കിക്കിലേക്ക് പോവാം. സെറ്റാണ്. എൻ്റെ മോനെ കേസ്മറിൻ്റെ ഷോട്ട് ഇട്ടോ, പൊളിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ കിമ്മിച്ചിനെ കൊണ്ട് ഷോട്ട് എടുപ്പിക്കുകയാണ്. അൽവാരസ് ഓക്കെ ഊഫ് ബെക്കംബാർ മെസ്സി സലിബ വൈറ്റ് ഒഡെഗാർഡ് ഓക്കെ. എൻ്റെ മോനെ അടിച്ചു ഗൈസ്. അപ്പോൾ അവർ അടിച്ചിട്ടുണ്ട്. സീൻ ഗോൾ തന്നെയായിരുന്നു. ഓക്കെ റാഷ്ഫോർഡ് എൻ്റെ മോനെ സലിബ ഗോൾ. ഏറ്റവും മോനെ മെസ്സി കളി തിരിച്ചു കൊണ്ടത് ഗൈസ്. എൻ്റെ മോനും ഞാൻ പ്രതീക്ഷിച്ചില്ല അവിടെ അടുത്ത ഗോള് മെസ്സി. എഡ്മിൽസൺ വൈറ്റ് ഊഫ് ഉരുണ്ട് പോയല്ലോ. ഒടേകാട് എടേ റാഷ്ഫോർഡ്. അപ്പോൾ എന്തായാലും നമ്മൾ മാച്ച് ജയിച്ചു. എൻ്റെ മോനെ പൊളിച്ചു ഗൈസ്. ബെക്കംബറായിരുന്നു അവരുടെ ക്യാപ്റ്റൻ. എന്തായാലും ഗൈസ് ഈ ഒരു മാച്ച് മെസ്സി കൊണ്ടോ. എനിക്കും വയ്യ മെസ്സി മുത്ത, നീയാണ് ഈ ഒരു മാച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നത്. 2 ഗോളുകൾ ഗൈസ് പൊളിച്ചു മെസ്സി തന്നെ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് ആ ഒരു സ്ക്വാഡിനെയും ജെറാഡിനെയും നമ്മുടെ മെസ്സി തകർത്തു. അപ്പോൾ എന്തായാലും അടിപൊളി മാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ 3 ഷോട്ട് മാർക്കിട്ട് അവർ 5 ഷോട്ട് 7 ഫൗളുകൾ നമുക്ക് ഇതിൽ 1 ഉണ്ട്. പാസസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും സൂപ്പർ വീഡിയോ ആയിരുന്നു, നല്ലൊരു മാച്ചായിരുന്നു. ഓപ്പോണന്റ് അടിപൊളിയായിരുന്നു. പ്ലെയർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മെസ്സി, അവിടെ നോക്കുകയാണെങ്കിൽ എംബാപ്പെ, ജെറാർഡ്, ബെക്കംബർ, ടോറസ് ഒക്കെ ഉണ്ടായിരുന്നു, കെസിലിയസ്. എന്തായാലും നല്ല ഗോളി കേട്ടോ ഗൈസ്. അപ്പം ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നൊരു കിഡ്സ് മീ. ഓക്കെ ബൈ.